എടാ, ഫ്രാൻസിനെ തോൽപ്പിക്കാൻ ആരുണ്ടടാ ഈ വേൾഡ് കപ്പിൽ? കഴിഞ്ഞ 34 മത്സരമായിട്ട് ഒരു തോൽവി പോലും അറിയാതെ വന്ന മൊറോക്കോ ടീമിനെ ആദ്യമായി തോൽപ്പിച്ചു വിട്ടു. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു ഇന്നലത്തെ കളി. മൊറോക്കോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. 69 മിനിറ്റ് വരെ അടിപൊളി കളിയായിരുന്നു. കാരണം മൊറോക്കോയുടെ പ്രതിരോധം പൊളിക്കാനായിട്ട് ഡെമ്പലയും എംബാപ്പയും ഒലീസയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. വിങ്ങി കൂടെ കളി കൊണ്ടുവരുന്നു, ക്രോസ് കൊണ്ടുവരുന്നു, ബോൾ കൊണ്ടുവന്ന് ഡ്രിബിൾ ചെയ്ത് കയറാൻ നോക്കുന്നു, ഒന്നും നടന്നില്ല. ഒരു നല്ല പ്രതിരോധമായിരുന്നു മൊറോക്കോ. പക്ഷേ ആ പ്രതിരോധം പൊളിച്ചു. 60-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലും ഡെമ്പലിൻ്റെയും എംബാപ്പയുടെയും ഒക്കെ അടിപൊളി ഗോളുകൾ ഇട്ടിട്ട് കളി അങ്ങ് ഫ്രാൻസ് വരുന്നു, കളിക്കുന്നു, ജയിക്കുന്നു, പോകുന്നു, ഒന്നും പറയാനില്ല. ആദ്യം വേൾഡ് കപ്പിലെ സെമിഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രാൻസ്. ഇന്നത്തെ മത്സരം സ്പെയിനും ബെൽജിയവും തമ്മിലാണ്. അപ്പോൾ ഇന്നത്തെ ജേതാക്കൾ ഫ്രാൻസുമായിട്ട് ഏറ്റുമുട്ടും. പിന്നെ എംബാപ്പെ ഇതൊന്നൊന്നര മുതല. ഏത് ഗോട്ടൊക്കെ പോവും. ഫുട്ബോൾ ചരിത്രം ഇനി വാഴാൻ പോകുന്ന മുതല കിലിയൻ എംബാപ്പെ. കഴിഞ്ഞ 6 ലോകകപ്പുകളിലായി മെസ്സി അടിച്ചു കൂട്ടിയ 21 ഗോളുകൾ. കഴിഞ്ഞ 3 ലോകകപ്പിൽ നിന്ന് എംബാപ്പെ അടിച്ചത് 20 ഗോളുകൾ. ഈ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ടിനായി മെസ്സിക്കൊപ്പം 8 ഗോള്. ഇതൊരൊന്നൊന്നര മുതലാണ്ടോ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഗോട്ടൊക്കെ പോവും. ചെറുക്കനാണ് ഇനി വരിക്കാൻ പോകുന്നത്. இந்த ஏரியாவில் அவன் தான் சார் பெரிய கை. நம்மளாம் அவனை தொட கூட முடியாது சார். அவன் பேர் என்ன சொன்ன?